ഓജോ ബോർഡാണ്, മീൻസ് ചിൽ വിത്ത് ഫ്രണ്ട്സ്. ആ ചാനൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുമെന്ന്. ഈ കാർഡ്ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കാർഡ്ബോർഡ് പുറയിൽ എഴുത്തൊക്കെ ഉണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെൻസിൽ വേണം, മാർക്കർ ഇല്ലാത്തൊരു സ്കെച്ച് യൂസ് ചെയ്യുക, ഒരു ഇൻസ്റ്റാൻറ്റ് ബോക്സ്, കത്രിക ആൻഡ് ചാർട്ട് പേപ്പർ പിങ്ക് കളർ കിട്ടിയോ. നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ മെഷർ എടുക്കാൻ പോകണം. മെഷറിന് വെച്ചു സൗണ്ട് മനസ്സിലാവും. രീതിയില്ല പ്രാവശ്യം വലുതായിട്ട് പറയാനുണ്ട്. മടക്കും മാക്സിമം. ഈ ഞങ്ങൾ വീട് ഇവിടെ ഇരുന്നാലേ ലൈറ്റ് എടുത്തിട്ട് ബാക്കി എവിടെ ഒന്നും കാണാൻ പോകുന്നില്ല, കാരണം ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അയ്യോ മൈ ഗോഡ്, നമ്മൾ ഇങ്ങനെ വെച്ച് മടക്കണം. ഞാൻ മടക്കിയിട്ട് ബാക്കി വീഡിയോ വരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട്. ഇത്ര നീളമൊന്നും ഇല്ലതുകൊണ്ട് ബാക്കി നമ്മൾ വെട്ടാം. അപ്പോൾ ഗൈസ് നമ്മൾ വെട്ടി ഈ ഒരു കോൺ ഷേപ്പിലാണ് ഞാൻ വെട്ടിയത്, കാരണം അത് വെച്ച് മടക്കാൻ സുഖം അതാണ്. ഇത് വെച്ച് ഇങ്ങനെ അകത്തോട്ട് പുള്ളി ഇത് വെക്കാം, അത് സിമ്പിളായിരിക്കും. എന്നിട്ട് നമ്മളത് മടക്കി ക്ലിയർ ചെയ്യുക. മടക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ മടക്കിയത്, ഇങ്ങനെ വെച്ച് മടക്കി. അപ്പോൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ മുമ്പേ കാണിച്ചാണ് നമുക്ക് സെല്ലോ ടേപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ സെല്ലോ ടേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തത്. സെല്ലോ ടേപ്പ് ഇങ്ങനെ വെച്ച് ഇവിടം വരെ ഒട്ടിക്കുക. ഒട്ടിച്ചാണ് പിന്നെ സമയം ചോദിക്കും, ഇവിടം വരെ ഒട്ടിക്കുക, നല്ല രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ ഒട്ടിച്ചിട്ട് ബാക്കി വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒട്ടിച്ചു. ഇങ്ങനെ ക്രോസായിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഞാൻ ഒട്ടിച്ചു. നമുക്കിനി എഴുതാം. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ ലൈറ്റ് കഴിവിച്ചെടുക്കാം. നമ്മളപ്പോൾ ബാക്കി മെഷർമെൻറ്റും കാര്യങ്ങളും എടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നമുക്കത് നെക്സ്റ്റ് ഫണ്ണിന് വേണ്ടി ഇപ്പോൾ മാർക്കർ ഉണ്ടാക്കാൻ അറിയട്ടെ. അപ്പോൾ നമ്മുടെ പല പല കണ്ടുപിടുത്തങ്ങളിലൂടെ ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കി അതൊക്കെ മതി. ബാക്കി ഡിസൈനും കൂടെ ചെയ്തിട്ട് വരാം. തീർന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് കയ്യൊക്കെ അരച്ചു. നിങ്ങൾക്ക് ഓടിക്കാൻ സാധനമില്ലയോ ആ ഹാപ്പികൾ അതുണ്ടാക്കണം. കൂടെ കയറുകൂട് ഉണ്ട്. ഇത്രയും വലുതിന് പകരം ഞാൻ വേറെ എടുത്തോട്ട് വരാം. വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ സാധനം. ചെറിയ നമ്മൾ ഒരു ഹേർട്ട് ഷേപ്പ് വരയ്ക്കണം. ഇത് വലിയ ഹാർട്ടൊക്കെ വരയ്ക്കണം കേട്ടോ. ഹാർട്ടൊന്നും അപ്പോൾ കോമ്പസ് മമ്മനെ ഉപയോഗിക്കുന്നു. ചെറിയ രണ്ടോട്ട് പറ്റിട്ട് ആ ഒരു ഇതിൽ ചെയ്യാനാണ്. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ.
ഞാൻ വരച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ബൈ. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഹാർട്ട് ഷേപ്പാണ് പറ്റുക. ബാക്കി നമുക്ക് പൊതിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് വേണം ബൈ. നമുക്ക് മറ്റേ പൊതിഞ്ഞ് നോക്കാം. അപ്പോൾ ഇത് പറ്റാത്തത് ഞാൻ ഇങ്ങനൊരു കരിഞ്ചട്ടി ഇട്ട് അപ്പോൾ നമുക്ക് ബൈ.